ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേഴ്സിൽ എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു വാട്ട് ഈസ് ഇൻ മൈ ബാഗാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബാഗ് ഇല്ലാത്ത കാരണം, അതായത് ഹസ്ബൻഡിൻ്റെ ബാഗാണ് കേട്ടോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ബാഗ് ഇല്ലാത്തതുകൊണ്ട് പേഴ്സാണുള്ളത്. അപ്പോൾ ഈ പേഴ്സിൽ എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ക്യൂട്ടായിട്ടുള്ള ഒരു പേഴ്സാണ് കേട്ടോ. അത് കണ്ടോ ഗൈസ്, ഇതൊരു 5-6 വർഷം എന്തായാലും പഴക്കമുള്ളൊരു പേഴ്സാണ് കേട്ടോ. ആളിപ്പോഴും തന്നെയാണ് കൊണ്ടു നടക്കുന്നത്. കാരണം ഇത് ഭയങ്കര വർക്കത്താന്നാണ് വിഷ്ണു പറയണത്. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു, അതായത് ഒരു ഇന്റർനാഷണൽ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇവനെ എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പട്ടിച്ചന്തയ്ക്ക് പോയ പോലെ തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും വർക്കത്താന്നാണ് ഞാൻ പറയുന്നത്. ഈ ഒരു പേഴ്സിന് ശരിക്കും പറഞ്ഞാൽ നല്ല വർക്കത്തുള്ള ഒരു പേഴ്സാണ്. അപ്പൊ ഈ പേഴ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം. കുബേർ കുഞ്ചി ഉണ്ടോന്ന് അറിയില്ലല്ലോ ഇതിനുള്ളിൽ. അപ്പോൾ ഇതിങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഒട്ടുമിക്ക എല്ലാ ബോയ്സിന്റെ കയ്യിലും ഇങ്ങനത്തെ പേഴ്സൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ചെയ്തു. ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വെച്ചാൽ ഇവിടെ എമിറേറ്റ് സൈഡ് ഉണ്ട് കേട്ടോ. അത് വിഷ്ണു ഇപ്പോഴും കളഞ്ഞിട്ടില്ല, അവിടുന്ന് വന്നിട്ട് പോലും കളഞ്ഞിട്ടില്ല. ഇതിന്റെ പിന്നിൽ വൻ കഥയുണ്ട് ഗൈസ്, വൻ കഥ. അപ്പൊ പിന്നെ ഉള്ളത് എന്തുണ്ട്, ATM കാർഡ്. ATM കാർഡ് ഉണ്ട് കേട്ടോ, 2 ATM കാർഡ്. എൻ്റെ പിന്നെ തന്നിട്ട് അതിനുള്ളൂ ഒളിപ്പിച്ച് ചെയ്യണേ. മിക്കത് നീ പേഴ്സ് കീറാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഇതില് റേഷൻ കാർഡ് അല്ല, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, പിന്നെ എൻ്റെ കെട്ടിയൻ ഒരു ആനപ്രേമിയാണ് ഗൈസ്, ആനപ്രേമി. അത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവല്ലേ. ഇത് അഖില കേരള ആന തൊഴിലാളി യൂണിയൻ, അതിൻ്റെ ഒരു കാർഡാണ് കേട്ടോ. അതിൽ എൻ്റെ ഹസ്ബൻഡിന് രജിസ്ട്രേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ആനപ്രേമിയാണ്, ആനയോട് ഭയങ്കര കടുത്ത പ്രണയം. അപ്പോൾ ആനേനെ ഇഷ്ടമുള്ളവരൊക്കെ എനിക്ക് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആനേനെ കാണാനായിട്ട്. പിന്നെ അപ്പോൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു കേട്ടോ, ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി ഇതിലെന്തല്ലേ നോക്കാം. ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റണ ഒരു ഏരിയ ആണ് കേട്ടോ. ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ചില്ലറ പൈസ ഉണ്ട്, കുറച്ചുള്ളൂ കേട്ടോ, വളരെ കുറച്ച് ചില്ലറ പൈസ. ദാരിദ്ര്യം പട്ടിണിയാണ് ഗൈസ്. പിന്നെ അടുത്തത് കേട്ടോ. പിന്നെ ഇപ്പം ഇവിടുത്തെ സെക്ഷൻ കഴിഞ്ഞു. ഇവിടെ അങ്ങനെ 3 കള്ളികളാണ് ഉള്ളത്. അപ്പൊ ഈ 3 കള്ളി നമ്മൾ നോക്കി കഴിഞ്ഞു. പിന്നെ ഇവിടെ ഒരു കള്ളി ഉണ്ടായിരുന്നു, അത് നോക്കി കഴിഞ്ഞു. ഇനി ഇനി 2 കള്ളിയും കൂടിയാണ് ഇട്ടുള്ളത്. അപ്പൊ അതിലെന്താണെന്ന് കാണിച്ചുതരാം. ഇതില് ഈ ഒരു കള്ളിയിൽ വന്നിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ, ഈ ഒരു കള്ളിയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഐവിഷന്റെ കാർഡ് ഉണ്ട് കേട്ടോ, ഐവിഷന്റെ കാർഡ്. പിന്നെ HDBയുടെ ഫിനാൻസിന്റെ എന്തോ സംഭവമാണ് കേട്ടോ. പിന്നെ ഈസ്റ്റേൺ കാർഡ്, ആര്യ കെയറിൻ്റെ ഒരു കാർഡ്. അതായത് ഒരു അന്ധനായ ഒരാളാണ് എന്നെ കെട്ടിട്ട് നിങ്ങൾ വിചാരിക്കരുത് ഗൈസ്. പിന്നെ ആധാർ കാർഡ്, പിന്നെ 2 രൂപ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വിഷ്ണുവിന് കഴിഞ്ഞിട്ട് കൊടുത്തൊരു പൈസയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഫൈനൽ. അപ്പൊ ഈ ഒരു കളിയും കൂടെ കഴിഞ്ഞു കേട്ടോ. ഇനി ലാസ്റ്റ് ഫൈനലായിട്ട് ഈ ഒരു കളിയും കൂടി കണ്ടിട്ടുള്ളത്. ഇത് എൻ്റെ കെട്ടിയോൻ്റെ പൈസ തന്നെയാണ് കേട്ടോ ഗൈസ്. അപ്പം എൻ്റെ കെട്ടിയോൻ രാവും പകലും ഇല്ലാണ്ട് മഴയും വെയിലൊക്കെ കൊണ്ട് അങ്ങനെ കുറ്റിയിറക്കി സമ്പാദിച്ച പൈസയാണ് കേട്ടോ. ബാധ്യകസ്ഥാന്ന് പറഞ്ഞില്ലേ, ബാധ്യകത്തിൽ കുറ്റിയിറക്കിയിട്ട് കിട്ടിയ പൈസയാണ് ഗൈസ്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേഴ്സിലുള്ളത്. അപ്പം നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ പേഴ്സിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്തൊക്കെയുള്ളതെന്നുണ്ടെങ്കിൽ. എനിക്കെല്ലാം പിള്ളേരുടെ പേഴ്സിലുള്ള കാര്യങ്ങൾ തന്നെയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേഴ്സിലുള്ളത്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് കട്ടി ഹസ്ബൻഡിൻ്റെ പേഴ്സിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ഇത് വന്ന